ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോലേഷൻ മെത്തേഡാണ്. ന്യൂമെറിക്കൽ മെത്തേഡിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഇൻ്റർപോലേഷൻ മെത്തേഡാണിത്. സോ എന്താണ് ഇൻ്റർപോലേഷൻ? അറിയാവുന്ന വാല്യൂസിൻ്റെ ഇടയിൽ വരുന്ന അറിയാത്ത വാല്യൂസ് കണ്ടെത്തുന്ന പ്രോസസ്സാണ് ഇൻ്റർപോലേഷൻ. അറിയാവുന്ന വാല്യൂസിൻ്റെ ഇടയിൽ വരുന്ന അറിയാത്ത വാല്യൂസ് കണ്ടെത്തുന്ന പ്രോസസ്സാണ് ഇൻ്റർപോലേഷൻ. അതിലുപയോഗിക്കുന്ന ഒരു പ്രധാന മെത്തേഡാണ് Newton forward interpolation. Newton forward interpolation is a method used to find the approximate value of a function when the given value of x is near the beginning of the table. It is applicable when the x values are equally spaced. The required value lies near the first value. So, ഫോർവേഡ് ഇൻ്റർപോലേഷൻ എന്ന് പറഞ്ഞാൽ അറിയുന്ന വാല്യൂസിൻ്റെ ഇടയിൽ വരുന്ന അറിയാത്ത വാല്യൂസ് കണ്ടെത്തുന്ന മെത്തേഡാണ് ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോലേഷൻ. അതെപ്പോഴാണ് അപ്ലിക്കബിൾ ആവുക? ഇപ്പോൾ ഇതാണൊരു പ്രോബ്ലം. എക്സ് വൈ, എക്സിൻ്റെ വാല്യൂസ് 1 3 5 7, വൈയുടെ വാല്യൂസ് 10 80 26 32. സോ ഇവിടെ 1ഉം 3ഉം 1ഉം തമ്മിലെ ഡിഫറൻസ് എത്രയാണ്? 2. 5ഉം 3ഉം തമ്മിലെ ഡിഫറൻസ് 2. 7ഉം 5ഉം തമ്മിലെ ഡിഫറൻസ് 2. സോ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോലേഷൻ അല്ലെങ്കിൽ ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇൻ്റർപോലേഷൻ യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഇവിടെ ഡിഫറൻസ് സെയിം അല്ലെങ്കിലാണ് നമ്മൾ ലഗ്രാഞ്ച് ഇൻ്റർപോലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ x2ൻ്റെ y വാല്യൂ കണ്ടെത്തണം. 2 എവിടെ ഉണ്ടാവുക? 1ൻ്റെയും 3ൻ്റെയും ഇടയിൽ, അതായത് ബിഗിനിങ്ങിലാണ് ഉണ്ടാവുക. അപ്പോഴാണ് ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോലേഷൻ യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് എൻഡിലാണെങ്കിൽ, ഇപ്പോൾ 6 കണ്ടെത്താനാണെങ്കിൽ നമ്മൾ ന്യൂട്ടൺ ബാക്ക്വേർഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ബിഗിനിങ് ആണെങ്കിൽ ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോലേഷനും, എൻഡിലാണെങ്കിൽ ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇൻ്റർപോലേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് മിഡിലാണെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ അടുത്തത് ഫോർവേഡ് ഇൻ്റർപോലേഷൻ ഫോർമുല നോക്കാം. y = y0 + u / 1 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ y0 + u multiplied u minus 1 divided by 2 factorial multiplied delta square y0 plus u divided by u multiplied by u minus 1 multiplied by u minus 2 divided by 3 factorial multiplied by delta 3 cube y0. സോ ഇവിടെ u എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x മൈനസ് x0 ഡിവൈഡഡ് ബൈ h. x എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു 2ൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x എന്താണ്? 2 ആണ്. x0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നേരത്തെ കൊടുത്ത വാല്യൂസ് ഇല്ലേ, 1 3 5 7, ഇതിൽ 1 ആണ് x0, 3 ആണ് x1, 5 ആണ് x2, അങ്ങനെ. അപ്പോൾ ഇവിടെ x0 എന്താണ്? 1 ആണ്. h എന്താവും? h എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, നേരത്തെ കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ? കോമൺ ഡിഫറൻസ് എന്താ കിട്ടിയത്? 2 ആണ് കിട്ടിയത്. അതാണ് h എന്ന് വെച്ചാൽ x1 മൈനസ് x0. x1 മൈനസ് x0 എന്താ കിട്ടിയത്? 3 മൈനസ് 1 2. അതാണ് h. സോ ഇവിടെ u കണ്ടുപിടിക്കാം. നമുക്ക് u കണ്ടുപിടിക്കാൻ u = x എന്താ നേരത്തെ പറഞ്ഞേ? 2 മൈനസ് x0 1 ഡിവൈഡഡ് ബൈ 2. സോ ഇതാണ് u. സോ ഇത് ഇവാലുവേറ്റ് ചെയ്ത് എന്താ കിട്ടുക? 0.5. സോ അതിൻ്റെ ടേംസ് നോക്കാം. x0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ ഓഫ് x, y0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ ഓഫ് y, h എന്ന് പറഞ്ഞാൽ കോമൺ ഇൻ്റർവെൽ, u എന്ന് പറഞ്ഞാൽ ഇൻ്റർപോലേഷൻ പാരാമീറ്റർ, ഡെൽറ്റ y0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസ്, ഡെൽറ്റ സ്ക്വയർ y0 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫോർവേഡ് ഡിഫറൻസ്, ഡെൽറ്റ ക്യൂബ് y0 എന്ന് പറഞ്ഞാൽ തേർഡ് ഫോർവേഡ് ഡിഫറൻസ്. സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം.
നിങ്ങളും കൂടി ചെയ്യാൻ നോക്കുക. യൂസിങ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല, ഫൈൻഡ് ദി വാല്യൂ ഓഫ് y when x is equal to 12 ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂസ് 10, 15, 20, 25, 30. വൈയുടെ വാല്യൂസ് 18, 24, 33, 45, 60. സോ നമുക്ക് ചെയ്ത് നോക്കാം. x0 എന്താണ്? 10 ആണ്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ 10 ആണ്. x1 എന്താണ്? 15 ആണ്. അപ്പോൾ h എങ്ങനെ കാണുക? x1 മൈനസ് x0, 15 മൈനസ് 10, 5. അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. x എന്താണ്? 12 ആണ്. 12ൻ്റെ y വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ u എന്താണ്? x മൈനസ് x0 ഡിവൈഡഡ് ബൈ h. x 12 മൈനസ് x0 10 ഡിവൈഡഡ് ബൈ 5. സോ എന്താ കിട്ടുക? 0.4. സോ ഇനി ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ നോക്കാം. ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് കൊടുത്തു. പിന്നെ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടുത്തെ 18ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ? എത്രയാ? 6. അതാണ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ. ഈ 33ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ? അതാണ് 9. അതേപോലെ 45ഉം 33ഉം തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ? അതാണ് 12. 60ഉം 45ഉം തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ? അതാണ് 15. അങ്ങനെയാണ് ഡെൽറ്റ വൈ കണ്ടുപിടിക്കുക. ഇനി ഡെൽറ്റ സ്ക്വയർ വൈ എന്നെ കണ്ടുപിടിക്കുക? ഈ 6ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 3. 12ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 3. 15ഉം ഈ 12ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 3. അങ്ങനെയാണ് ഡെൽറ്റ സ്ക്വയർ വൈ കണ്ടുപിടിക്കുക. ഇനി ഡെൽറ്റ ക്യൂബ് വൈ എങ്ങനെ കണ്ടുപിടിക്കുക? 3ഉം 3ഉം ഡിഫറൻസ് എത്ര? 0. ഈ 3ഉം 3ഉം ഡിഫറൻസ് എത്രയാണ്? അതും 0 സോ അങ്ങനെയാണ് ഡെൽറ്റ ക്യൂബ് വൈയും കണ്ടുപിടിക്കുക. പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ഈ വാല്യൂസാണ് എടുക്കുക. y0 എന്താണ്? 18, ഡെൽറ്റ y0 6, ഡെൽറ്റ സ്ക്വയർ y0 3, ഡെൽറ്റ ക്യൂബ് y0 0. നേരത്തെ നമുക്ക് എന്താണ് u ആയിട്ട് കിട്ടിയത്? u ഈക്വൽ ടു 0.4. അപ്പോൾ y കണ്ടുപിടിക്കുക. y0 എന്താണ്? 18 പ്ലസ് u 0.4 ഇൻറ്റു y0 എന്താണ്? ഡെൽറ്റ y0 എന്താണ്? 6. അപ്പോൾ ഇൻറ്റു 6 പ്ലസ് u എന്താണ്? 0.4, u മൈനസ് 1. അപ്പോൾ എന്താ? മൈനസ് 0.6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ എന്താണ്? 3 പ്ലസ് അവിടെ എന്താണ് വരിക? അവിടെ ഡെൽറ്റ ക്യൂബ് എന്താണ്? 0 സോ അവിടെ എന്താ? ആൻസർ 0. അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്ത് എന്താ നമുക്ക് കിട്ടുക? 20.04. സോ y എന്താണ്? 20.04. സോ ഈ വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.